മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ശ്രീ റെജി ലൂക്കോസ്, മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ടതില്ല എന്നതാണോ തീരുമാനം? അല്ല, ഇവിടെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട ഒരു ലൈവ് ബഹുമാനപ്പെട്ട റവാഡ ചന്ദ്രശേഖർ DGPയുടെ പത്രസമ്മേളനമായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നേരെ തിരുത്തി സ്മൃതി ചർച്ചയിൽ അവതരിപ്പിച്ചു. മുഖ്യമന്ത്രി ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല, അദ്ദേഹം ഒന്നും മിണ്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞായിട്ട് പറഞ്ഞു. ഞാനിപ്പോൾ അതിൻ്റെ ലൈവ് വീണ്ടും ഗൂഗിളിൽ നോക്കി പറഞ്ഞു. ഞാനത് കേട്ടതാണ്, ലോകം മുഴുവൻ കേട്ട് ഇതിലൂടെ. അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? മുഖ്യമന്ത്രി അതിക്രമങ്ങൾക്ക് നടപടിയെടുക്കാൻ കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നാണ് അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞൊരു മാധ്യമപ്രവർത്തകൻ്റെ റിപ്പോർട്ടായിരുന്നു ചോദ്യത്തിന് ഉത്തരവായിട്ട്. സ്മൃതി എന്താ പറഞ്ഞേ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു നിർദ്ദേശം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയല്ലേ നിങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പം ആ 2 മിനിറ്റ് മുമ്പുണ്ടായ സംഭവം എടുത്തു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങ് കേട്ടില്ലായിരിക്കും. ഞാനിതെല്ലാം കേട്ടടാ. ഞാൻ കേട്ട കാര്യങ്ങൾക്കാർ ഉപരിയായിട്ട് നിങ്ങൾ ആ ഗൂഗിളിൽ നോക്കേ, കേരള DGPയുടെ പത്രസമ്മേളനം നോക്കിയാൽ ഇതാണ്. തർക്കിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ മുഴുവൻ ക്ഷമയോടുകൂടി പിൻവലിക്കാം. ഞാൻ മാത്രമല്ല സ്മൃതി, ഇത് ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കില്ല റിപ്പോർട്ടർ ചാനലിലൂടെ. അല്ലല്ലേ, എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിർദ്ദേശത്തിൽ എന്താണ് ഇവിടെ നടന്നത്? അത് പറയാം, അത് ഞാൻ പറയാം. അതായത് ഈ DGPയുടെ പത്രസമ്മേളനം ഇപ്പോൾ 8 മണിക്കാണ് നടന്നിരുന്നെങ്കിൽ സ്മൃതി ഇപ്പോൾ ഏതെല്ലാം രീതിയിൽ ഈ ചർച്ച കൊണ്ടുപോയനെ. അതുകൊണ്ടാണല്ലോ ശ്രീകുമാർ സാറിനും ബഹുമാനപ്പെട്ട ചേക്കൂട്ടി സാറിനും മിതമായിട്ട് പ്രതികരിക്കേണ്ട വന്നത്. അദ്ദേഹം പറഞ്ഞു രണ്ട് കേസിന്റെ പറയാം. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു കുന്നംകുളത്തെ വിഷയത്തിൽ കർശനമായ നടപടി സ്വീകരിക്കാൻ IG നിർദ്ദേശം കൊടുത്തു. അതുപോലെ തന്നെ ആലപ്പുഴ DYSP, ആ ആലപ്പുഴ DYSPക്കെതിരെ നിരവധി പരാതി വന്നിട്ടുണ്ട്. അതും കർശനമായ നടപടി എടുക്കാനുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. ബാക്കി പരാതി കിട്ടിയ മുഴുവൻ കാര്യങ്ങളിലും അതികർശനമായ നടപടി, കർശനമായ നിയമപരമായ കാര്യങ്ങൾ നോക്കും. ഞങ്ങളുടെ സഹപ്രവർത്തകരോട് നന്നായി പെരുമാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന പതിവ് പല്ലവികളല്ലാതെ നടപടി എന്താണ്? എന്ത് നടപടി അന്ന് പറഞ്ഞോ? ഞങ്ങളാരും കേട്ടില്ല എന്ത് നടപടി എന്ന്. എന്താണ് ഈ കർശന നടപടി? എന്താണ് ഇതുവരെ കർശന നടപടി ഉണ്ടായിട്ടുള്ളത്? സസ്പെൻഷൻ അത് അങ്ങ് നേരത്തെയുള്ള ചർച്ചകളിലും ആവർത്തിച്ച കാര്യമാണല്ലോ. 4 പേരുടെ സസ്പെൻഷൻ, അത് കഴിഞ്ഞിട്ടുള്ള കേസുണ്ടല്ലോ, രതീഷിന്റെ കാര്യം, മധു ബാബുവിന്റെ കാര്യം. ഇതിലൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ലെന്നേ. മധു ബാബു മുഖത്തടിച്ച ഒരു വൃദ്ധന്റെ പ്രതികരണം അങ്ങ് കേട്ടില്ലേ തുടക്കത്തിൽ? അതും കൂടി ശ്രദ്ധയോടെ കേൾക്കേണ്ടിയിരുന്നു. ഞാനത് കേൾക്കുക മാത്രമല്ല, മൂന്നാറിലെ SI കാണിച്ച ഇന്നത്തെ തോന്നിവാസ വാക്കാ പറയുന്നത്. ആഭ്യന്തര വകുപ്പിനെ പോലെ കളിയാക്കിക്കൊണ്ട് ഞാൻ ആവതാളി എന്നുള്ള സിനിമയിലെ മമ്മൂട്ടിയുടെ കുറെ പോസ്റ്റേഴ്സ് എല്ലാം കാണിച്ചുകൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയ വിളയാടി ആ ഉദ്യോഗസ്ഥനെ ആ നിമിഷം പിരിച്ചുവിടണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഒരു സംശയമല്ല. പക്ഷേ ഇത് സ്മൃതി ഞാനും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ അറിയോ? അതിനുള്ള നടപടിക്രമങ്ങളുണ്ട്. പോലീസിൽ നടപടി എടുക്കുന്നതിന്, ആർക്കെതിരെ ഏത് ഡിപ്പാർട്ട്മെന്റ് നടപടി എടുക്കുന്നതിന് ഒരു നടപടിക്രമങ്ങളുണ്ട്. അതല്ലാതെ ആൾക്കാർ നടപടി എടുക്കാൻ പറ്റും. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഗവൺമെന്റ് ആ 4 ഉദ്യോഗസ്ഥന്മാരെ കുന്നംകുളത്ത് സസ്പെൻഡ് ചെയ്തു. ഇപ്പൊ ഇയാൾക്കെതിരെ ഈ ആലപ്പുഴയിലെ ചന്ദ്രബാബുവാണ്, പേര് ഞാൻ മറന്നുപോയി, നടപടി എടുക്കാൻ കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആര് പറഞ്ഞിട്ടാ? കേരളത്തിന്റെ അല്ല, മധുബാബുവിനെതിരെ എന്ത് നടപടിക്കാണ് നിർദ്ദേശം? മധുബാബുവിനെതിരെ എന്ത് നടപടിക്കാണ് നിർദ്ദേശം? മധുബാബു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ട കാര്യത്തെക്കുറിച്ച്, ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ഏമാനെ കുറിച്ച് പറയുന്നു. അതിലെന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇല്ല, അതേ അങ്ങനെ നിങ്ങളോട് പറയത്തുള്ളൂ. 8 ദിവസമായിട്ട് ഞാൻ എന്ത് നടപടിയാ പോലീസ് എടുക്കുന്നത്? പറയാത്ത കാര്യങ്ങൾ അങ്ങ് കേട്ടെങ്കിൽ അതെങ്ങനെയാണ് മധുബാബുവിനെതിരെ എന്ത് നടപടിയാണ് അദ്ദേഹം പറഞ്ഞത്? എല്ലാത്തിലും ഒരു നടപടിക്രമം എന്ന് പറഞ്ഞല്ലോ ശ്രീ റെജി ലൂക്കോസ്. ഈ നടപടിക്രമം എവിടെ നിന്ന് തുടങ്ങി എവിടെ നിൽക്കും ഒന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല ഇതെന്താണ് ഈ നടപടിക്രമം എന്ന്. കേരളത്തിലെ ജനങ്ങള് 99.99% സാക്ഷരതയുള്ളവരാ. ഒരു കാര്യം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് നല്ല ബോധമുള്ള ഒരാളാ. നിങ്ങൾ ഏതെല്ലാം രീതിയിൽ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ സ്മൃതി വളച്ചൊടിച്ചു. അതാ ഞാൻ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്നത്. ഒരു കാര്യമോട് നിങ്ങളോട് പറയാം. ഇപ്പൊ ഒരു നടപടി ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെതിരെ എടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോടതിക്ക് ഒരു നടപടി ഒരു കർശനമായുള്ള ശിക്ഷ വിധിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് നിയമ സംവിധാന പ്രത്യേകതയാ. എന്നിട്ട് പോലും അടിയന്തരമായ നടപടിക്ക് ശുപാർശ ചെയ്ത് ആ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. അവരെ പിരിച്ചുവിടുന്നുള്ള സൂചനകൾ ഒരു പരിധിവരെ നമ്മുടെ മുമ്പിൽ ഉണ്ട്. ശ്രീ റെജി ലൂക്കോസ്, എവിടെ നിന്നാണ് ഈ സൂചന? എന്തിനാണ് ഇങ്ങനെ വളഞ്ഞ വഴിയൊക്കെ? ആഭ്യന്തരമന്ത്രിക്ക് ഇതാവില്ലേ?
അദ്ദേഹം വേറെ സ്ഥലത്തൊക്കെ പ്രസംഗിക്കുന്നുണ്ടല്ലോ, വേറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, അവിടാണ് എനിക്ക് ചിരി പൊതുപരിപാടിയിൽ വരുന്നത്. ആളില്ലാത്തതിനെ കുറിച്ച് ദേഷ്യപ്പെടുന്നുണ്ടല്ലോ, അതിനൊക്കെ അദ്ദേഹത്തിന് നല്ല രോഷമുണ്ടല്ലോ. നാട്ടുകാരെ പിടിച്ചടിക്കുമ്പോൾ എന്താണ് ആ രോഷം അദ്ദേഹത്തിന് ഇല്ലാത്തത്? സ്മൃതി ഒത്തിരി കഷ്ടപ്പെടണ്ട. അല്ല, എന്റെ കഷ്ടപ്പാടിനെ കുറിച്ച് അല്ലതെ സ്മൃതി ബുദ്ധിമുട്ടുണ്ട്, അങ്ങ് ഒരുപാട് പറയൂ, അങ്ങ് മറുപടി പറയൂ. വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലല്ല, ഞാൻ എന്നെ കൊണ്ട് ഇതിനെ പറയിപ്പിക്കാതിരിക്കുന്ന സ്മൃതി, ഞാൻ ചോദിക്കുന്നതിന് ഒറ്റ മറുപടി പറഞ്ഞാൽ മതി. ഈ നേരത്തെ ചോദിച്ചില്ല അതിനുള്ള തെളിവൊന്ന്, തെളിവൂടെ ഉണ്ട്. കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 108ഓളം ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിട്ടൊരു ഗവൺമെന്റാ. അന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? അപ്പൊ അതിനുള്ള മറുപടി എന്തായിരുന്നു? അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ജോലി അങ്ങനെ ഒരു സർക്കാർ ഉണ്ടായിരുന്നു. ഇവിടെ പ്രിയപ്പെട്ട ശ്രീകുമാർ സാറിന്റെ സർക്കാരോട് ഭരിച്ചല്ലോ, 19 വരെ ഇടിച്ചു കൊന്നില്ലേ, ഉരുട്ടിക്കൊന്നില്ലേ? എന്നിട്ട് ഏത് പോലീസുകാരന് നടപടി സ്വീകരിച്ചു? എന്റെ നാട്ടിലെ മരിങ്ങാട്ടുപള്ളി എന്നുള്ള സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ നിരപരാധിയെ പോലീസ് സ്റ്റേഷൻ കൊണ്ട് ഇടിച്ച് പഞ്ചറാക്കി അയാളെ കൊന്നു. മാതാപിതാക്കളെ ഇന്ന് കാലു പിടിച്ചു, എന്റെ മകനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, മഴയത്ത് പുറത്ത് വലിച്ചെറിയുമായിരുന്നു. 2024 കണക്ക് പറഞ്ഞു, 108 പേരെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞു, 22 പേരെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു, അതിൽ 14 പേരെ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞു. 2025 ഇതേ ചോദ്യം സഭയിൽ ഉന്നയിക്കപ്പെടുമ്പോൾ അതിന് മറുപടി നൽകിയിട്ടില്ല ആഭ്യന്തരമന്ത്രി. എത്ര പേർക്കെതിരെ നടപടി, എത്ര പേരെ പിരിച്ചുവിട്ടു, എത്ര പേർ ഇപ്പോൾ സസ്പെൻഷനിലാണ് തുടങ്ങിയ ചോദ്യങ്ങൾക്ക്, എത്ര പേർ ക്രിമിനലുകളായിട്ട് എന്ന ചോദ്യത്തിനൊന്നും മറുപടി 2025 ഏറ്റവും ഒടുവിലുണ്ടായ സഭയിലെ ചോദ്യത്തിന് നൽകിയിട്ടില്ല. അത് ഞാൻ അങ്ങോട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ചോദിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. അതിന് മറുപടി പറഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് ഈ 108ന്റെ കണക്ക് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞാൽ ഈ 108 കഴിഞ്ഞ് പിന്നെ ഒരു മിനിറ്റ്, 108 കഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും മുഖത്തടിച്ച് കർണക്കുറ്റി പൊട്ടിക്കാമെന്നാണോ? കർണപടം തകർക്കാമെന്നാണോ? കേൾവി ശക്തി നഷ്ടപ്പെട്ട എത്ര ആളുകളാണ്? സ്മൃതി, ഈ ചർച്ചയിൽ ഞങ്ങൾ ആരും ഈ പോലീസുകാർക്ക് അനുകൂലമായിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. കളയണം തന്നെ ഞങ്ങൾ പറഞ്ഞു. അയ്യോ അയ്യോ, അങ്ങനെ പറയാതിരിക്കോ? അങ്ങനെ നിസ്സഹായനാവാതിരിക്കോ? അല്ലല്ല, അല്ല, നടപടി വേണം, നടപടി വേണം എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് വരണമെന്നേ നടപടി? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ വരുന്ന വിവരല്ലേ സ്മൃതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്മൃതി ഒരു സെക്കൻഡേലും എനിക്ക് സ്മൃതി ഒരു സെക്കൻഡേലും സംസാരിക്കാൻ അനുവദിക്കോ? ജനാധിപത്യ സംസാര സ്വാതന്ത്ര്യത്തിന് പോലും വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട സ്മൃതി ഇപ്പൊ ഈ 5 മിനിറ്റാണ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഞങ്ങൾക്കാർക്കാണ് ഇവിടെ സംയമനക്കുറവ്? നടപടി എടുത്ത ഒരു സർക്കാരിനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ ഇനി എവിടെ നടപടി എന്ന് ചോദിച്ചാൽ 202 ഉദ്യോഗസ്ഥന്മാർ പുറത്തേക്ക് വരാനുള്ള വക്കീലെത്തി നിൽക്കുക. അവർക്ക് പിരിച്ചുവിടൽ നോട്ടീസ് നൽകി കഴിഞ്ഞു. ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കും. നിങ്ങൾക്ക് എന്താ സംശയം? അതിനാണ് ഹിസ്റ്ററി പറയുന്നത്. ഇന്ന് രാവിലെയല്ലോ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് ഉണ്ടാകുന്നത്, ആണോ? അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ വളച്ചൊടിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ, അതായത് 1 മിനിറ്റ് മുമ്പ് ആ DGPയുടെ വായിൽ വന്ന വാക്കുകൾ ഒരു സ്മൃതി വളച്ചൊടിച്ചു. ഇല്ലില്ല, DGPയുടെ രണ്ടാമത് ക്ലിയർ ആയി ചോദിക്കുന്നതിനെ DGP പറഞ്ഞതാണ് ഞാൻ ശ്രദ്ധിച്ചത്. DGPയുടെ മുഴുവൻ പ്രതികരണവും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. തുടക്കം മുതൽ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു തുടങ്ങാനേ ഒരു DGPക്ക് സാധിക്കൂ. എന്താണ് നടപടി എന്ന് പറയുന്നില്ല. ഓരോ പോലീസുകാരുടെ പേര് ചോദിച്ച് അങ്ങോട്ട് പറയുമ്പോൾ ആ നടപടി പറയുന്നില്ല. നിയമപരമായ കാര്യങ്ങളിലൂടെ കടന്നു പോകും. ഇതിപ്പോ ആർക്കാണ് പറയാൻ പറ്റാത്തത്? സ്മൃതി, മാധ്യമപ്രവർത്തകർ ആദ്യം ചോദിച്ച ചോദ്യം മുഖ്യമന്ത്രി മൗനത്തിലാണെന്ന് ആണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്, കർശനമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ആ DGP പറഞ്ഞത്. ഇല്ല, എന്റെ പേര് കേസ് കൊടുക്കുക ഇപ്പൊ പറഞ്ഞതല്ലേ? എന്നിട്ട് നിങ്ങൾ പറയുവാണ് രണ്ടാമത് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഒരു DGP പറയോ മുഖ്യമന്ത്രി മിണ്ടുന്നില്ല? മുഖ്യമന്ത്രി മിണ്ടുന്നില്ല എന്നൊന്നും DGP പറഞ്ഞായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയിൽ നിന്നും കർശന നിർദ്ദേശം കിട്ടിയോ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞത്. അല്ലാതെ മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല എന്ന രൂപത്തിലൊന്നും ഒരു DGPക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ തമാശയാക്കാതിരിക്കൂ. ഇതൊരു ഗൗരവത്തിലുള്ള വിഷയമല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ പരിഹസിക്കാതിരിക്കും. കുറെ പേർ അടികെട്ടി വേദനിച്ച് നടപടിയില്ലാതെ വിഷമിച്ച് പുറത്ത് പ്രതികരിക്കുകയാണ്. ഈ സാഹചര്യത്തിന്റെ ഗൗരവം ഒന്ന് ഉൾക്കൊള്ളൂ ശ്രീ റെജി ലൂക്കോസ്. ഗൗരവം ഉൾക്കൊണ്ട് ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, നിങ്ങളിപ്പോ ടാർഗറ്റ് ചെയ്യുന്ന 8 ദിവസമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ? ആ കേരളത്തിന്റെ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്നു ശ്രീ റെജി ലൂക്കോസ്? എത്ര സാധാരണക്കാരായ മനുഷ്യരുടെ പ്രതികരണമാണ് ദിവസം ചെല്ലുന്തോറും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വെല്ലുവിളിച്ച ഒരു DYSPക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ കഴിയുന്നത് എങ്ങനെയാണ് സാധിക്കുന്നത്? നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് വേണ്ടി പ്രതികരിക്കുന്ന പോലീസുകാർക്കാണെങ്കിൽ ഉടനെ സസ്പെൻഷനാണ്. ഈ DYSPയുടെ ഒരു തരി മണൽ വീഴുമോ? ഈ DYSP എന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട് ഈ ക്രിമിനൽ നടപടി? ഇപ്പോൾ നേരത്തെ ഒരു CPM പ്രവർത്തനം DYFI പ്രവർത്തന അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അത് വലിയ വാർത്തയായി തന്നെ പറഞ്ഞിരുന്നു. അതിലും നടപടി ഉണ്ടായിട്ടില്ല. ഇത്ര വർഷമായില്ലേ അദ്ദേഹം DYSP ആയി ഉയർത്തപ്പെട്ടു. അദ്ദേഹത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഇപ്പോഴും അവിടെ തുടരാൻ പറ്റുന്നുണ്ട്. 2 ദിവസമായില്ലേ പോസ്റ്റ് വന്നിട്ട്?
ദയവായി ഒരു അല്പസമയം അനുവദിക്കൂ. ആ ഉദ്യോഗസ്ഥന്റെ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നു ആ DGP അതികർശനമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ആ നടപടി സ്വീകരിക്കുന്നത് വരെ നിങ്ങൾക്ക് 3-4 മണിക്കൂർ മാത്രം ഗ്യാപ്പല്ലേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞല്ലോ യാന്ത്രികമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാണോ ഒരു വകുപ്പ് എന്ന് പറയുന്നത്. അതേ വളരെ ക്ലിയർ ക്രിസ്റ്റലായിട്ട് ആ പേര് പറഞ്ഞു. ഇതാണ് ഗൂഗിളിനകത്തുണ്ട്. ആ പേര് പറഞ്ഞ ഉദ്യോഗസ്ഥൻ, ഈ 2 പേരുടെ പേരെ ആകെ പറഞ്ഞിട്ടുണ്ട്. ആ 4 ഉദ്യോഗസ്ഥന്മാരുടെ കാര്യവും ഈ പറയുന്ന ആലപ്പുഴ ഡിവൈഎസ്പിയുടെ കാര്യം, ബാക്കി മധുബാബുവിന്റെ കാര്യമൊക്കെ അങ്ങോട്ടാണ് ചോദിക്കുന്നത്. മാധ്യമങ്ങൾ പേരെടുത്ത് ചോദിക്കുകയാണ്.